ഹലോ ഓൾ SSC CGLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 2024 9 മണി തൊട്ട് 10 മണി വരെയുള്ള ഷിഫ്റ്റിൽ 12/9 ക്വസ്റ്റ്യൻസ് ആണ്, മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിവിസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? വിച്ച് ഡിജിറ്റ് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ്. നമുക്ക് രണ്ട് സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് സിമ്പിൾസിൻ്റെ പ്ലേസിൽ വരാൻ പറ്റുന്ന ഡിജിറ്റ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 4 0, ഓപ്ഷൻ ബി 2 0, ഓപ്ഷൻ സി 2 and 5 ആൻഡ് ഓപ്ഷൻ ഡി 4 and 5. വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. നമ്മുടെ നമ്പേഴ്സ് ഇതായിരുന്നു 7 2 8 6 4. ഇവിടെ ഒരു സിമ്പിൾ സ്റ്റാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിവിസിബിൾ ബൈ 8 and 5 എന്നാണ് പറയുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ലാസ്റ്റ് 0യോ 5 വന്നേ പറ്റൂ അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ലാസ്റ്റ് 0യോ 5 വന്നേ പറ്റുള്ളൂ. ആ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഓപ്ഷനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എല്ലാ ഓപ്ഷനകത്തും 0യും 5ഉം ഒക്കെ എടുത്തേക്കുന്നത് അല്ലേ? ആ ഒരു സിമ്പിളിൻ്റെ പകരം എല്ലാ ഓപ്ഷനിലും നമുക്ക് എന്താ കൊടുത്തേക്കുന്നത്? 0യും 5ഉം തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാം. അതായത് ഞാൻ രണ്ട് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാണ്. ഓപ്ഷൻ 3യും ഓപ്ഷൻ 4ഉം. എന്താ റീസൺ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ 8ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഈവൻ നമ്പേഴ്സാണ്. 8 ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് തന്നെ 8ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ 5ൽ എൻഡ് ചെയ്യുമോ? 5ൽ എൻഡ് ചെയ്യുമോ? സോ ലാസ്റ്റ് ഈ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ 4 and 0 അല്ലെങ്കിൽ 2 and 0 ഇതിലേതാണ് നമ്പർ വരുന്നത്? 440 ആണോ 420 ആണോ? ഈ രണ്ട് കാര്യത്തിലാണ് ഡൗട്ട്. 440 ആണോ 420 ആണോ? ഇതിലേതിനെയാണ് നമുക്ക് 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്നത്? ഒന്ന് ഭാഗിച്ച് നോക്കാം. 5 × 8 40, ബാലൻസ് 440, 5 × 8 40. ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലേ? സോ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 4 and 0 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. 5ൻ്റെ ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിൽ 0യോ 5ഓ വരും. പക്ഷേ 8ൻ്റെയും കൂടെ ഡിവിസിബിൾ ആവണമെങ്കിൽ 5 വരാൻ പറ്റില്ല. സോ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്ന് കൺഫേം ചെയ്തു. അടുത്തത് രണ്ട് ഓപ്ഷനാണ്. 4 വരുമോ 2 വരുമോ അല്ലേ? 440 ആണോ 420 ആണോ? 8 കൊണ്ട് 8ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. 7 2 8 6 4 സ്റ്റാർ. ഇങ്ങനെ കുറേ സിമ്പിൾസ് നമുക്ക് തരുവാണെങ്കിൽ ഈ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം എടുത്തിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 440 ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനാണ്. 8ൻ്റെ ഡിവിസിബിലിറ്റി ചെക്കും 5ൻ്റെ ഡിവിസിബിലിറ്റി ചെക്കും അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ PYQs ചെയ്ത് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഡിവിസിബിലിറ്റി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പഠിച്ചതിന് ശേഷം മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണും ഒരു ഡിവിസിബിലിറ്റി ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇൻ എ ട്രയാങ്കിൾ PQR, S is a point on the side QR such that P is perpendicular to QR. Then which of the following option is true എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ട്രയാങ്കിൾ PQR, ഞാൻ വെറുതെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുവാണ്. ഒരു PQR എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ വരയ്ക്കുവാണ്. PQR. ഈ ട്രയാങ്കിൾ PQRൽ S is a point on the side QR. QRൽ ഒരു പോയിന്റ് ആണ് എസ് എന്ന് പറയുന്നത്. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ QRൽ ഒരു പോയിന്റ് ആണ് എസ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് PS പെർപെൻഡിക്കുലർ ടു SR QR എന്ന് പറയുന്നുണ്ട് അല്ലേ? PS പെർപെൻഡിക്കുലർ ടു QR. ഇത്രയും കറക്റ്റ് അല്ലേ? PS QRന് പെർപെൻഡിക്കുലർ ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. PS² പ്ലസ് PR² ഇസ് ഈക്വൽ ടു PQ² പ്ലസ് QR². കുറേ സ്ക്വയേഴ്സിൻ്റെ കണ്ടീഷൻസാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. 1 2 ചെറിയ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കാണുന്നുണ്ടല്ലോ. അത് രണ്ടിൻ്റെയും കോമൺ സൈഡാണ് PS എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാങ്കിൾ 1 കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് PS²? PS² ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ 1 കൺസിഡർ ചെയ്യുമ്പോൾ PQ² മൈനസ്
പി ക്യൂ സ്ക്വയർ മൈനസ് എസ് ആർ സ്ക്വയർ അല്ലേ. പി എസ് എന്ന് പറഞ്ഞ സൈഡ് പി ക്യൂ സ്ക്വയർ മൈനസ് പി എസ് ക്യു എസ് സ്ക്വയർ ആണ്. കാരണം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്താലേ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കിട്ടും. അതുപോലെ രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ്. പി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്, പി ആർ ആണ് അല്ലേ. പി ആർ സ്ക്വയർ മൈനസ് എസ് ആർ സ്ക്വയർ എന്ന് വരും. മറ്റേടത്ത് ക്യൂ എസ് സ്ക്വയർ ആയിരുന്നു അല്ലേ, എസ് ക്യൂ സ്ക്വയർ ആയിരുന്നേ. ഓക്കെ, എസ് ക്യൂവും എസ് ആറും. ഓക്കെ, അപ്പം പി എസ് സ്ക്വയറിൻ്റെ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഇക്വേറ്റ് ചെയ്യുവാണ്. രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുമ്പം പി ക്യൂ സ്ക്വയർ മൈനസ് എസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ മൈനസ് എസ് ആർ സ്ക്വയർ എന്ന് വരും. ഓർ പി ക്യൂ സ്ക്വയർ പ്ലസ് എസ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ പ്ലസ് എസ് ക്യൂ സ്ക്വയർ. സോ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നമ്മുടെ ക്വസ്റ്റിനകത്ത്? ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ അതായിരിക്കുമേ. നമ്മുടെ ഓപ്ഷൻ ബി അതല്ലേ, പി ആർ സ്ക്വയറും ക്യു എസ് സ്ക്വയറും. പി ആർ സ്ക്വയറും ക്യു എസ് സ്ക്വയറും കൂടെ ആഡ് ചെയ്യുന്നത് പി ക്യു സ്ക്വയറിൻ്റെയും എസ് ആർ സ്ക്വയറിൻ്റെയും പി ക്യു സ്ക്വയറിൻ്റെയും എസ് ആർ സ്ക്വയറിൻ്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള പൈതഗോറസ് തിയറം മാത്രം അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. SSC CGL 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിനും ഉള്ള കോമൺ പെർപെൻഡിക്കുലറിനെ രണ്ട് സൈഡ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്ത് ആൻസർ ആവുന്ന രീതിയിലായിരുന്നു അല്ലേ. ഈ സ്ക്വയറുകൾ കാണുമ്പോഴേ അറിയാം, പി ആർ സ്ക്വയർ, ക്യു എസ് സ്ക്വയർ, ഇങ്ങനെയുള്ള സ്ക്വയറുകൾ കാണുമ്പോഴേ അറിയാം പൈതഗോറസ് തിയറമായിട്ട് റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ പ്രോബ്ലം എന്ന് നമുക്കത് തരുന്നൊരു ക്ലൂ, ഓപ്ഷൻ തരുന്നൊരു ക്ലൂ ആണതേ. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലിഫിക്കേഷൻ മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ചോദിച്ച SSC CGL ചോദിച്ച ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഷിഫ്റ്റിലെയും, ഇതിപ്പോൾ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസാണ്, മിക്സഡ് ക്വസ്റ്റ്യൻസാണ്. ഒരു ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മിക്സഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. SSC CGL ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചാപ്റ്ററുകളിലെയും ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കിട്ടും. അടുത്ത ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ ആവും. ഇങ്ങനൊരു കുറേ ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ് ആയിരിക്കും. മാത്സിൻ്റെ കാര്യത്തിൽ PYQ സെക്ഷൻസ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെക്ഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ഫുൾ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാനുള്ളതായിരുന്നു അല്ലേ. നോക്കി, ഈ ഒരു പോർഷൻ നോക്കി, 14.5 നിന്ന് 13.5 കുറച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും അല്ലേ. 5 നിന്ന് ഈ 1 കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടും. 7 നിന്ന് ഈ 4 കുറച്ചാൽ 3 കിട്ടും. 3 നിന്ന് 3 കുറച്ചാൽ 0. സോ ബാക്കി എന്തുള്ളൂ? 15.5. സോ ആൻസർ ഓപ്ഷൻ 1 15.5. വിത്തിൻ സെക്കൻഡ്സ്, അതായത് എഴുതുപോലും വേണ്ട, ക്വസ്റ്റ്യൻ നോക്കി അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1, അത് 5 എന്ന് പോകുമ്പോൾ 4, അത് 7 എന്ന് പോകുമ്പോൾ 3, 3 - 3 0. സോ ആൻസർ 15.5. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, റേഷ്യോ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ്. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേ. വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യണം, ഒരുപാട് ടൈം എടുക്കരുത്. 2 റേഷ്യോസ് മാത്രം വെച്ചിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? PQ&R അല്ലേ. PQ&R ഇൻകത്തിൻ്റെ കാര്യം പറയുന്നത്. PQRൻ്റെ ഇൻകം എന്ന് പറയുന്നത് 10:12:9 ആണ്. ആൻഡ് ദർ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഇൻ ദ റേഷ്യോ. അതിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ റേഷ്യോ പറയുന്നത് 12:15:8 ആണ്. 12:15:8 ആണ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ പറയുന്നത്. ഇനി പറയുന്നുണ്ട്, ഇഫ് Q സേവ്സ് 25% ഓഫ് ഹിസ് ഇൻകം. Q ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് സേവ് ചെയ്യുന്നത്? അയാളുടെ ഇൻകത്തിൻ്റെ 25%. അതായത് ഇൻകത്തിൻ്റെ 25% എന്ന് പറയുമ്പം നമുക്കറിയാം 25% എന്ന് പറഞ്ഞാൽ 4/1 സേവ് ചെയ്യുന്നത്. അയാൾക്ക് കിട്ടുന്ന ഇൻകം 4 ആണെങ്കിൽ അതിൻ്റെ 1 അയാൾ സേവ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അയാളുടെ എക്സ്പെൻഡിച്ചർ എന്താണ്? 3. ആ ഒരു സംഭവം മനസ്സിലായോ? 25% എന്ന് പറഞ്ഞാൽ 4/1. 4 രൂപ കിട്ടിയാൽ 1 രൂപ സേവ് ചെയ്യും. അപ്പോൾ ബാക്കി 3 രൂപ എന്ത് ചെയ്യും? ചിലവാക്കും അല്ലേ. 4 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1 രൂപ സേവ് ചെയ്യുന്നു. 25% സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4ൽ 1 സേവ് ചെയ്യുന്നു. ബാക്കി 3 ആളുടെ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോ എന്ന് പറയുന്നത്
പുള്ളിക്കാരൻ്റെ ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 3 രൂപയാണ് അയാളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 4:3 ആണ് എന്തെന്ന് പറയുന്നത് ആളുടെ ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോ. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഇൻകം എക്സ്പെൻഡിച്ചറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ഒന്നും ഇട്ട് ചെയ്യാറില്ല, എങ്കിലും നമ്മൾ സാധാരണ എക്സ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ഇൻകത്തിന് 10x എന്ന് കൊടുത്താൽ ഇയാളുടെ ഇൻകം 12x ആണ്, ആറിൻ്റെ ഇൻകം 9x ആണ്. ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഒരാളുടെ ഇൻകം 10x ആണ്, ഒരാളുടെ ഇൻകം 12x ആണ്, ഒരാളുടെ ഇൻകം 9x ആണ്. അതുപോലെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഞാൻ y റേഷ്യോയിൽ കൊടുക്കുകയാണ്. ഒരാളുടെ എക്സ്പെൻഡിച്ചർ 12y ആണെങ്കിൽ മറ്റേ ആളുടേത് 15y ആണ്, അടുത്ത ആളുടേത് 8y ആണ്. ഇതിൽ നമുക്കറിയാം ക്യൂവിൻ്റെ കേസിൽ ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോ എന്ന് പറയുന്നത് 4/3 ആണ്. അതായത് 12x ഡിവൈഡഡ് ബൈ ക്യൂവിൻ്റെ ഇൻകം, 12x ഡിവൈഡഡ് ബൈ ക്യൂവിൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര? 15y. അതെന്ന് പറയുന്നത് 4/3 ആണ്. ഇതിൽ നിന്ന് നമുക്ക് x/y അല്ലെങ്കിൽ x:y കിട്ടും അല്ലേ? ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, 3യും 15 കൂടെ കട്ട് ചെയ്യുമ്പോൾ 5 വരും. സോ x/y is equal to 5/3 എന്ന് വരും. സോ x:y കിട്ടി, 5:3. x 5 ആണെങ്കിൽ y 3 ആണ്. സോ ഇനി നമുക്ക് സോൾവ് ചെയ്തുകൂടെ? x y ആണെങ്കിൽ പി ക്യു ആറിൻ്റെ ഇൻകം ഏത് റേഷ്യോ വരും? എക്സിന് 5 കൊടുത്താൽ പോരെ? എക്സിന് 5ഉം വൈക്ക് 3യും കൊടുത്താൽ പോരെ? സോ എക്സിന് 5 കൊടുത്ത് നോക്കേ. അപ്പോൾ റേഷ്യോ എത്ര വരും? 10 × 5 50, 12 × 5 60, 9 × 5 45. അതുപോലെ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാനായിട്ട് വൈക്ക് 3 കൊടുത്താൽ മതി. അതായത് 12:15:8നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര വരും? 36, 45, 32. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ചെയ്താൽ സേവിങ്സ് ആയി അല്ലേ? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ചെയ്താൽ സേവിങ്സ് ആയി. സോ 14, 15, 13, 14 അല്ലേ? ഓക്കെ, അവിടെ ലാസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്പിൾ 12 × 3 36, 15 × 3 45, 8 × 3 24 ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. സോ ഓപ്ഷനിൽ അതല്ലേ ഉള്ളൂ, 14, 15, 21. 14, 15, 21. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അതായത് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് നീട്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഈ ഒരു പ്രോബ്ലത്തിൽ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇൻകം 10:12:9 ആണ്. അതുപോലെ എക്സ്പെൻഡിച്ചർ 12:15:8 ആണ്. 25% എന്ന് പറഞ്ഞാൽ 4/1 അതായത് ഇൻകം 4 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ 3 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 12x ഡിവൈഡഡ് ബൈ 15y is equal to 4/3 എന്ന് എഴുതാം. കട്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? x/y is equal to 5/3 എന്ന് കിട്ടും. സോ ഈ ഇക്വേഷനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 50, 60, 45. ഈ ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 36, 45, 24. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14, 15, 21. ഇതാണ് എന്തെന്ന് പറയുന്നത്? സേവിങ്സ് എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ടാണ് ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സും എഴുതി കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. അടുത്ത ചോദ്യം നോക്കാം. വീണ്ടും ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യനാണ്, ജോമെട്രി എന്നുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. SAS തിയറം എന്താണ്, SAS ക്രൈറ്റീരിയ എന്താണെന്ന് അറിയാവുന്നവർക്ക് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ആൻസർ എഴുതാം. കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ വെച്ചിട്ടാണുള്ള ക്വസ്റ്റ്യനാണ്. കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ എന്താ? കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 ട്രയാങ്കിൾ എപ്പോഴാണ് കോൺഗ്രുവൻ്റ് ആവുന്നത്? അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും ഒക്കെ ഈക്വൽ ആകുമ്പോഴാണ് 2 ട്രയാങ്കിൾസ് എന്താവുന്നത്? കോൺഗ്രുവൻ്റ് ആവുന്നത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് DEF, AB is equal to FD, ആംഗിൾ A is equal to ആംഗിൾ D. ആംഗിൾ A തന്നെയാണ് ആംഗിൾ D. The 2 triangles are congruent by SAS criterion if. നോക്കാം, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ, അതുപോലെ ഒരു ട്രയാങ്കിൾ PQR അല്ലേ, DEF എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ DEF. ഇനി പറയുന്നത് ആംഗിൾ A തന്നെയാണ് ആംഗിൾ D. SAS പറയണമെങ്കിൽ 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആയിരിക്കണം. അതിലൊരു സൈഡ് അവർ പറയുന്നുണ്ട് AB is equal to FD. AB ആണ് FD.
എ ബിയും എഫ് ഡിയും എന്താണ് ഈക്വലാണ്. ഇത്രയും അവർ പറയുന്നുണ്ട്. അതായത് രണ്ട് സൈഡ് ഇപ്പം ഈക്വലായി, രണ്ട് സൈഡ് ഇപ്പം ഈക്വലായി. ഇനി രണ്ട് സൈഡ് ഏതാ? എസ് എ എസ് എന്ന് പറയുമ്പോൾ ഇതൊരു എസ് ആയി, ഇതൊരു എ ആയി. ഇവിടെ അതുപോലെ ഇതൊരു എസ് ആയി, ഇതൊരു എ ആയി. ഇനി അടുത്ത എസ് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് സൈഡാണ് അല്ലേ? ഈ ആംഗിൾ വരുന്ന രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കണം. സോ ഈ രണ്ട് സൈഡായിരിക്കണം ഈക്വൽ ആവേണ്ടത്. ദാറ്റ് ഈസ് എ സിയും ഡി ഇയും. സോ ഓപ്ഷൻ 4 എ സി ഈസ് ഈക്വൽ ടു ഡി ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. 2024 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റേൺ. അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അതിൽ പൈപ്സ് ആൻഡ് സിസ്റ്റേണിൽ നിന്നാണ് ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്ന്. 2 pipes A and B can fill a tank in 10 minutes and 20 minutes respectively. A എന്ന് പറഞ്ഞൊരു പൈപ്പുണ്ട്, ബി എന്ന് പറഞ്ഞൊരു പൈപ്പുണ്ട്. എ എന്ന് പറഞ്ഞ പൈപ്പിന് 10 മിനിറ്റ് കൊണ്ടും ബി എന്ന് പറഞ്ഞ പൈപ്പിന് 20 മിനിറ്റ് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. എ എന്ന് പറഞ്ഞ പൈപ്പിന് 10 മിനിറ്റ് കൊണ്ടും ബി എന്ന് പറഞ്ഞ പൈപ്പിന് 20 മിനിറ്റ് കൊണ്ടും ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു പൈപ്പ് സി ഉണ്ട്, സി എന്ന് പറഞ്ഞ പൈപ്പുണ്ട്. ഈ പൈപ്പാണെങ്കിൽ എം ടി ആക്കുന്ന പൈപ്പാണ്. ദ പൈപ്പ് സി ക്യാൻ എം ടി ദ ടാങ്ക് ഇൻ 30 മിനിറ്റ്സ്. 30 മിനിറ്റ് കൊണ്ട് എം ടി ആക്കാൻ പറ്റുന്നതാണ് സി എന്ന് പറയുന്ന പൈപ്പ്. ഇനി ഓൾ ദ 3 പൈപ്സ് ആർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, എയും ബിയും സിയും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്തു? സി ക്ലോസ് ചെയ്തു. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് സി ക്ലോസ് ചെയ്തു. അപ്പം 3 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ 3 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വർക്ക് അസ്യൂം ചെയ്യാം. വർക്ക് എന്താ അസ്യൂം ചെയ്യും? വർക്ക് അസ്യൂം ചെയ്യാം 60 തന്നെ വർക്കായിട്ട് എടുക്കുക അല്ലെ? 20യുടെയും 30യുടെയും എൽസിയം 60 വർക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ എയുടെ എഫിഷ്യൻസി 6, ബിയുടെ എഫിഷ്യൻസി 3 ആൻഡ് സിയുടെ എഫിഷ്യൻസി 2. അപ്പോൾ ഇവർ 2 പേരും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9 ലിറ്റർ നിറയ്ക്കും. എന്നാൽ സി ആണെങ്കിൽ 2 ലിറ്റർ എം ടി ആക്കും. അങ്ങനെയാണെങ്കിൽ 7 ലിറ്റർ വെച്ചിട്ടേ നിറയത്തുള്ളൂ അല്ലേ? ഒരാൾ 6 നിറയ്ക്കും, ഒരാൾ 3 നിറയ്ക്കും, മൊത്തം 9 നിറയും. പക്ഷെ 2 എടുത്ത് മാറ്റുന്ന ആളാണ് സി. അങ്ങനെയാണെങ്കിൽ 7 ലിറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ലിറ്റർ വെച്ച് നിറയും. അങ്ങനെ ഒരു 2 മിനിറ്റ് ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. 3 പേരും കൂടെ ഒരുമിച്ച് 2 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് 2 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ല, 3 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് സി ഈസ് ക്ലോസ്ഡ് 2 മിനിറ്റ്സ് ബിഫോർ ദ ടാങ്ക് ഈസ് ഫിൽഡ്. ടാങ്ക് ഫില്ലാവുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് സി ക്ലോസ് ചെയ്തത്. ഈ ടൈപ്പ് നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്യുന്ന ക്വസ്റ്റനാണ്. ബേസിക് ക്ലാസ്സുകളിൽ തന്നെ ചെയ്യുന്ന ക്വസ്റ്റനാണ്. 2 മിനിറ്റ് മുന്നേ സി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ 2 മിനിറ്റ് എയും ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ആ 2 മിനിറ്റ് എയും ബിയും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എപ്പോഴാണോ ടാങ്ക് നിറയുന്നത് അതിന് 2 മിനിറ്റ് മുമ്പ് സി ക്ലോസ്ഡ് ആണ് അല്ലേ? ടാങ്ക് നിറയുന്നതിന് 2 മിനിറ്റ് മുമ്പ് സി ക്ലോസ്ഡ് ആണെങ്കിൽ ആ 2 മിനിറ്റ് എയും ബിയും മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിരുന്നത്. എയും ബിയും മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളെങ്കിൽ 9 വെച്ച് നിറയ്ക്കും. എ 6ഉം ബി 3ഉം വെച്ച് 9 നിറയും. അങ്ങനെ 2 മിനിറ്റ് ആകുമ്പോഴോ 1 മിനിറ്റിൽ 9 ആണെങ്കിൽ 2 മിനിറ്റിൽ 18 നിറയും. മനസ്സിലായോ? 6, 3, 9 ആണ് 2 പേരും കൂടെ ചേർന്ന് ഒരു ടൈമിൽ യൂണിറ്റ് ടൈമിൽ ചെയ്യുന്നെങ്കിൽ 2 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും 18 ചെയ്യും. സോ 60ൽ 18 വർക്ക് ആ 2 മിനിറ്റിലാണ് നടക്കുന്നത്. 60ൽ 18 മിനിറ്റ് ആ 2 മിനിറ്റ് വർക്കിനകത്താണ് നടക്കുന്നത്. സോ ബാക്കി എത്രയുണ്ട്? 60ൽ നിന്ന് 18 പോയി കഴിഞ്ഞാൽ ബാക്കി 42. ബാക്കി 42 വർക്ക് ഉണ്ട്. ഓക്കെ, ഈ 42 വർക്ക് ചെയ്ത് ഇവർ 3 പേരും കൂടെ ചേർന്നാൽ 3 പേരും കൂടെ ചേർന്നാൽ 7 നിറയ്ക്കും. അപ്പോൾ 42 ആവാനായിട്ട് 6 മിനിറ്റ് എടുക്കും അല്ലേ? 7, 6, 42. സോ 6 മിനിറ്റ് കൊണ്ടാണ് 42 ലിറ്റർ നിറഞ്ഞത്. 2 മിനിറ്റ് കൊണ്ടാണ് 18 ലിറ്റർ നിറഞ്ഞത്. അങ്ങനെ മൊത്തത്തിൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറഞ്ഞ്? 6 + 2 8. 8 മിനിറ്റാണ് ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 8 മിനിറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു റിവിഷൻ സെക്ഷനായിട്ട് കണ്ടാൽ മതി. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ടൈം ആൻഡ് വർക്കിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തതിനകത്തും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പേയ്മെൻറ്റ് ഓഫ് ₹120 is made with 10, 5 and 2 coins. A total of 25 coins are used. Which of the following is the number of ₹10 coins used in the payment? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്?
എ പേയ്മെൻറ്റ് ഓഫ് 120 ഈസ് മെയ്ഡ്. 120 രൂപ ഒരാൾ കൊടുത്തു, 120 രൂപ കൊടുത്തു. ഏതൊക്കെ കോയിൻസ് ആയിട്ടാണ് കൊടുത്തത്? 10 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു, 5 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു, 2 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 25 കോയിൻസ് ഉണ്ട്. ഈ എല്ലാ കോയിൻസും കൂടെ ചേർന്ന് ഇപ്പം 10 രൂപയുടെ കോയിൻസ്, 10 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു, 5 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു, 2 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു. ഈ കോയിൻസിൻ്റെ എല്ലാം എണ്ണം ഞാൻ പറയുവാണ്. ടോട്ടൽ എണ്ണം 25 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് എണ്ണം ഉണ്ടായിരുന്നു, ഇത് വൈ എണ്ണം ഉണ്ടായിരുന്നു, ഇത് ഇസഡ് എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 25 എണ്ണം, 25 കോയിൻസ് ഉണ്ടായിരുന്നു അല്ലേ? 25 കോയിൻസ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നമ്പർ ഓഫ് 10 കോയിൻസ് യൂസ്ഡ് ഇൻ ദ പേയ്മെൻറ്റ്? 10 രൂപ കോയിൻസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാൻ എളുപ്പം, ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യാം. 10x പ്ലസ് 5y പ്ലസ് 2z ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 120 കിട്ടും. പിന്നെ നമുക്കിത് സോൾവ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 2 ഇക്വേഷനും 3 അൺനോൺസേ ഉള്ളൂ. ഗസ്സിങ് എന്തായാലും ഇവിടെയും വേണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് പോവാം. ഓപ്ഷനിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് 4 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്, 8 ഉണ്ട്. വലിയ ഓപ്ഷനിൽ നിന്ന് പോകാം. ആദ്യം 10 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 10 രൂപ കോയിൻസിൻ്റെ നമ്പർ 10 ആണോ, അതായത് എക്സിൻ്റെ വാല്യൂ 10 ആണോ? 10 രൂപ കോയിൻസ് എന്ന് പറയുമ്പോൾ 100 രൂപയായി. 10 രൂപ കോയിൻസ് എന്ന് പറയുമ്പോൾ 100 രൂപയായി. ഇനി എത്ര കോയിൻസ് ഉണ്ട്? 10 പൈസ കോയിൻസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു 15 കോയിൻസ് ഉണ്ട്. 25 കോയിൻസ് അല്ലായിരുന്നോ ഉണ്ടായിരുന്നേ? അതിൽ 10 രൂപ കോയിൻസ് 10 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി 15 കോയിൻസ് ഉണ്ട്. ബാക്കി 15 കോയിൻസും 2 രൂപയാണെങ്കിൽ പോലും 30 രൂപയാവും, അതായത് 130 ആവും. അപ്പോൾ 5 രൂപ കോയിൻസിനെ ഞാൻ കൂട്ടിയിട്ട് പോലും ഇല്ല. ബാക്കി 15ഉം 2 രൂപ കോയിൻസ് ആണെങ്കിൽ 15ൽ 10 ഉള്ള 2 രൂപ കോയിൻസ് 5 എണ്ണം 5 രൂപയാണെങ്കിൽ വീണ്ടും കൂടത്തല്ലേ ഉള്ളൂ. അതായത് 120 രൂപ വരാൻ പാടുള്ളൂ. പക്ഷേ ഏറ്റവും മാക്സിമം നമ്പറും 2 റുപ്പീസിന് കൊടുത്തിട്ടും 30 രൂപ വരുന്നു. അതായത് ഓപ്ഷൻ 10 തെറ്റാണ്. അടുത്ത വലിയ ഓപ്ഷൻ 8 ആണ്. 8 ഇട്ട് ചെക്ക് ചെയ്യുക. 10 രൂപ കോയിൻസ് 8 എണ്ണം ഉണ്ടെങ്കിൽ, 10 രൂപയുടെ കോയിൻസ് 8 എണ്ണം ഉണ്ടെങ്കിൽ അത് 80 രൂപയായി. ബാക്കി എത്രയാണ്? ഒരു 40 രൂപ വേണം. ബാക്കി 40 രൂപ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ബാക്കി 40 രൂപയെ നമുക്ക് 20ഉം 10 ആക്കാം. പക്ഷെ എന്തായിരിക്കണം? നമ്പർ ഓഫ് കോയിൻസ്. നമ്പർ ഓഫ് കോയിൻസിൽ 8 കോയിൻസ് 10 രൂപയുടെ കോയിനാണ്. 8 10 രൂപ കോയിൻസ് ഉണ്ട്. 8 10 രൂപ കോയിൻസ് എന്ന് പറയുന്നത് 80 രൂപയായി. ബാക്കി 25ൽ 8 പോയി കഴിഞ്ഞാൽ ബാക്കി 17 കോയിൻസ് ഉണ്ട്. ഈ 17 കോയിൻസിനെ 5 രൂപ 2 രൂപസായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ 40 രൂപയാകുമോ? അങ്ങനെയാണ് ഈ പ്രോബ്ലം 8 ആണ് ആൻസർ. അപ്പോൾ അത് ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ ലോജിക്ക് ഒന്ന് അപ്ലൈ ചെയ്യേണ്ട സ്ഥലമാണ്. എത്ര 5 രൂപ കോയിൻസും എത്ര 2 രൂപ കോയിൻസും കൂടെ ചേർന്നാലാണ് എന്ത് കിട്ടുന്നത്? ഇത് 40 രൂപ കിട്ടുന്നതെന്ന് നോക്കാം. 10 2 രൂപ കോയിൻസ് ആണെങ്കിൽ 20 രൂപയായി. ബാക്കി 7 എണ്ണമാകുമ്പോൾ 35 രൂപയായി. നമുക്ക് 40 മതി. അപ്പോൾ 15ഉം 2 രൂപ കോയിൻസ് ആണെങ്കിൽ 30 രൂപയായി. ബാക്കി 2 എണ്ണമാകുമ്പോൾ 10 രൂപയായി. കറക്റ്റാ. 15 2 രൂപ കോയിൻസ് ആകുമ്പോൾ 30 രൂപയായി. ബാക്കി ഇനി എത്രയുണ്ട്? 17 15 കോയിൻസും മാറ്റി. ബാക്കി 2 കോയിൻസ്. 2 കോയിൻസ് 5 രൂപയുടെ അത് 10ആയി. 30ഉം 10ഉം 40ആയി. 80 + 40 120. സോ ആൻസർ ഓപ്ഷൻ 4 8. ഏതെങ്കിലും അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ ഒന്ന് ചെയ്ത് നോക്കുവാണ് ഈ ടൈപ്പിൽ ചെയ്യേണ്ടത്. ഇത് മാത്രം കുറച്ച് ലോജിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയ സ്ഥിരം പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്കറിയാം, ചെയ്യാനറിയാം. എങ്കിലും കുറച്ച് ചിന്തിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഷോപ്പ് കീപ്പർ മാർക്ക്ഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് ₹5,000. മാർക്ക് പ്രൈസ് എന്താണ്? 5,000 ആണ്. ഒരു ഷോപ്പ് കീപ്പർ ഒരു സാധനത്തിനിട്ട് മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് 5,000 ആണ്. ദി ഷോപ്പ് കീപ്പർ അലൗസ് സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് The shopkeeper allows successive discounts of 20%, 15% and 10%. Successive discount എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ ഒരു 15% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെ സക്സസീവ് ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ സെല്ലിംഗ് പ്രൈസ്, ആ ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്താണെന്നാണ് ചോദ്യം. അതായത് ആദ്യം വില ഇട്ടത് 5,000 രൂപയല്ലേ?
5000 രൂപയ്ക്കകത്ത് 20% ഡിസ്കൗണ്ട് കൊടുത്തു. 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 80%-നാണ് വിറ്റത് അല്ലേ. 5000-ൻ്റെ 80% സെല്ലിംഗ് പ്രൈസ് ആയുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു 15% കൂടെ ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി 85% സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ളൂ. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മാർക്ക് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലോട്ട് പോകാനുള്ള മെത്തേഡ് ഇതാ. പഠിച്ചവർക്കറിയാം, മാർക്ക് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലോട്ട് പോകുന്നത് എങ്ങനെയാണ്? 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 80%, 15% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 85%, 10% ഡിസ്കൗണ്ട് കഴിഞ്ഞ് ബാക്കി 90%. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. 5000 രൂപയുടെ 80 കഴിഞ്ഞ് 85 കഴിഞ്ഞ് അല്ലേ, സോറി 5000 രൂപയുടെ 20 കഴിഞ്ഞ് 80, 5000 രൂപയുടെ 20% കഴിഞ്ഞാൽ ബാക്കി 80%, 15% കഴിഞ്ഞാൽ ബാക്കി 85%, 10% കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 90%. അതെത്രയാണെന്ന് കണ്ടുപിടിക്കാം. 3 0 ഇവിടെ, 3 0 ഇവിടെ, 1 0 ഇവിടെ, 1 0 ഇവിടെ, 1 0 ഇവിടെ, 1 0 ഇവിടെ. സോ ബാക്കി മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് 85-നെ ഒന്ന്, ഈ 8 ഉണ്ടല്ലോ, 8 എന്ന് പറയുന്നത് 8 ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണേ, 2 × 2 × 2. ഈ 5ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 10 ആവും. ആ 10ഉം ഈ 0യും കൂടെ ക്യാൻസലായി. ഇനി 85 × 2 എന്ന് പറയുന്നത് 170 ആണ്. ഇൻറ്റു 9 × 2 എന്ന് പറയുന്നത് 18 ആണ്. 18 ആണ്. സോ ആൻസർ എത്ര കിട്ടും? 170 × 18, 0, 8 × 7, 6. 60-ൽ എൻഡ് ചെയ്യുന്നത്, 60-ൽ എൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. 3060, 3060 രൂപ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലോട്ട് പോകേണ്ടത്. ബേസിക് ക്ലാസ്സുകൾ കാണുക, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അത് കണ്ട് പഠിക്കണം കേട്ടോ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഓഫ് 12 numbers is 48. The average of first 5 numbers is 45 and the average of next 4 numbers is 52. If the 10th number is 10 less than the 11th number and is 5 more than the 12th number, then the average of 11th and 12th number. 11ാമത്തെ നമ്പറിൻ്റെയും 12ാമത്തെ നമ്പറിൻ്റെയും ആവറേജ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് ആ മെത്തേഡിൽ ചെയ്യാം. കുറച്ച് പേര് നമ്പർ ബാലൻസിങ് മെത്തേഡായിരിക്കും, കുറച്ച് പേര് അലിഗേഷൻ ആയിരിക്കാം, കുറച്ച് പേര് ഡീവിയേഷൻ മെത്തേഡായിരിക്കും, കുറച്ച് പേര് നോർമൽ മെത്തേഡിലായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ പ്രോബ്ലം ചെയ്യുന്നതിന് ആവറേജ് ഓഫ് 12 numbers 48 ആണ്. 12 നമ്പേഴ്സിൻ്റെ ആവറേജ് 48 ആണ്. അതിൽ 5 നമ്പേഴ്സിൻ്റെ ആവറേജ് 45 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള 4 നമ്പേഴ്സിൻ്റെ ആവറേജ് 42 ആണ്. നമുക്ക് വേണ്ട ആവറേജ് 48 അല്ലേ. അപ്പോൾ 5 നമ്പേഴ്സിന് എത്രയുള്ളൂ? 45 ഉള്ളൂ. അപ്പോൾ എത്രയും കൂടെ വേണം? 3 കൂടെ വേണം 48 ആവണമെങ്കിൽ. സോ 5 × 3, 5 പേർക്ക് 3 എണ്ണം വെച്ച് 15 വേണം ആവറേജ് 48 ആവാൻ. ടോട്ടൽ ആവറേജ് 48 അല്ലേ. അടുത്ത നെക്സ്റ്റ് 4 നമ്പേഴ്സിൻ്റെ ആവറേജ് 52 ആണ്. 48-നേക്കാളും എത്ര അധികമുണ്ട്? 48-നേക്കാളും 4 അധികമുണ്ട്. അപ്പോൾ 4 അധികം ഉണ്ടെന്ന് വെച്ചാൽ 4 പേർക്കും കൂടെ 16 അധികമുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 15ഉം 16ഉം കൂടെ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ 16 അധികം ഉള്ളത് 15 വേണ്ടുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരെണ്ണം അധികമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള 3 നമ്പേഴ്സ് 10th, 11th ആൻഡ് 12th നമ്പേഴ്സ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 10ാമത്തെ നമ്പർ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ 10 കൂടുതലാണ് 11ാമത്തെ നമ്പർ. ക്വസ്റ്റ്യൻ തിരിച്ചാണ് പറഞ്ഞേക്കുന്നത്. 11ാമത്തെ നമ്പർ അതിനേക്കാൾ 10 കുറവാണ് 10ാമത്തെ നമ്പർ എന്നാണ് തിരിച്ചും നമുക്ക് പറയാമല്ലോ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. 11ാമത്തെ നമ്പറാണ് കൂടുതൽ. 11ാമത്തെ നമ്പറാണ് കൂടുതൽ അല്ലേ. അപ്പോൾ 11ാമത്തെ നമ്പർ, ഇത് 10ാമത്തെ നമ്പർ, ഇത് 11ാമത്തെ നമ്പർ, ഇത് 12ാമത്തെ നമ്പർ. ഓക്കെ, അപ്പോൾ 11ാമത്തെ നമ്പർ 10-നേക്കാൾ ഒരു 10 കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 കുറവാണ്. ആൻഡ് 5 more than 12th നമ്പർ. ഇതെന്ന് പറയുന്നത് 5 more than 12th നമ്പർ. 12ാമത്തെ നമ്പറിനേക്കാൾ എന്താണ്? 5 കുറവാണ് 10ാമത്തെ നമ്പർ. 5 കൂടുതലാണ് 10ാമത്തെ നമ്പർ. 5 more than എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ തിരിച്ച് വരുമ്പോൾ 12ാമത്തെ നമ്പർ 5 കുറവാണ്. അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 3x 3 കൂടെ കൂട്ടുക. 3x + 5/3. 3x + 5/3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? x + 1.66 എന്ന് വരും. x +
1.66 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആവറേജ് എക്സ് പ്ലസ് 1.66. ഓക്കെ, 10ാമത്തെ നമ്പറാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡീവിയേഷൻ മെത്തേഡ് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തായാലും നമ്മുടെ നമ്പർ ബാലൻസിങ് മെത്തേഡ് കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഈ മെത്തേഡ് മനസ്സിലാവാത്തവർക്ക് ആ മെത്തേഡ് ഈസി ആയിട്ട് മനസ്സിലാവും. എന്തായാലും ഇതാണ് ഈസി മെത്തേഡ്. ഓക്കെ, നമുക്കിവിടെ 1 അധികമില്ലേ? ഈ 1 അധികം ഉള്ളത് 3 പേർക്കും കൂടെ കൊടുക്കുമ്പോൾ 1/3 വെച്ച് കിട്ടില്ലേ? 1/3 എന്ന് വെച്ചാൽ 0.33 വെച്ച് കിട്ടും. ആ 0.33 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ എക്സ് പ്ലസ് 1.66 ആയിട്ടും 48 ആവണമെങ്കിൽ 0.33 കൂടെ കിട്ടണം അല്ലേ? കാരണം അധികം വന്ന് നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ലല്ലോ, ഇവർക്കായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് എന്ത് കിട്ടേണ്ടത്? ഇവിടെ 48 കിട്ടേണ്ടത്. അതായത് 1.66 പ്ലസ് 0.33 എന്ന് പറയുമ്പോൾ 2 ആയി. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 48 മൈനസ് 2 എന്ന് വരും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 46 എന്ന് വരും. എക്സ് 46 ആണെങ്കിൽ 11ാമത്തെ നമ്പറും 12ാമത്തെ നമ്പറും എന്ത് വരും? 46 പ്ലസ് 10 56 വരും. 46 മൈനസ് 5 41 വരും. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 41 പ്ലസ് 56/2 എത്ര വരും? 97/2. 48.5 അല്ലേ? 48.5 വരും. സോ ആൻസർ ഓപ്ഷൻ 4 48.5. ഇതാണ് ഒരു മെത്തേഡ്. കുറച്ച് ലെവലുള്ള, അത്യാവശ്യം ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്പർ ബാലൻസിങ് ചെയ്യുവാണെങ്കിൽ 12 നമ്പേഴ്സിൽ ആദ്യം പറയുന്ന ആദ്യത്തെ 5 നമ്പറും പിന്നത്തെ 4 നമ്പറും പിന്നത്തെ 3 നമ്പറും, അങ്ങനെയാണല്ലോ 12 നമ്പർ ആവുന്നത്. നമ്പർ ബാലൻസ് ചെയ്യുക. ആദ്യം ഒരു 5 നമ്പർ, നെക്സ്റ്റ് ഒരു 4 നമ്പർ, പിന്നെ ഒരു 11, 12, 10, 11, 12 അല്ലേ? 10ാമത്തെ 11ാമത്തെ 12ാമത്തെ നമ്പർ, അങ്ങനെ ഒരു 3 നമ്പർ. സോ നമ്പർ ബാലൻസ് ചെയ്തു. നമ്പർ ബാലൻസിങ് മെത്തേഡ് അറിയാത്തൊരു ആവറേജിൻ്റെ ഫുൾ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുക കേട്ടോ. 5 നമ്പേഴ്സിൻ്റെ ആവറേജ് 45 ആണ്. 4 നമ്പേഴ്സിൻ്റെ ആവറേജ് 52 ആണ്. ബാക്കിയുള്ള 3 നമ്പേഴ്സിൻ്റെ ആവറേജ് അറിയില്ല. 12 നമ്പേഴ്സിൻ്റെയും കൂടെ ആവറേജ് 48 ആണ്. സോ 45 എല്ലായിടത്തു നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ടേം പോവും. ഇവിടുന്ന് 45 പോകുമ്പോഴത്തേക്കും 7 കിട്ടും. ഇവിടുന്ന് 45, ഇവിടുന്ന് 45 പോകുമ്പോൾ 3 വരും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 45 ഇസ് ഈക്വൽ ടു 36 എന്ന് വരും. 3 ഇൻറ്റു എക്സ് മൈനസ് 45 ഇസ് ഈക്വൽ ടു 8 വരും. എക്സ് മൈനസ് 45 ഇസ് ഈക്വൽ ടു 8/3 എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 45 പ്ലസ് 8/3 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 6 ആണ്. ബാലൻസ് 2 പ്ലസ് 2/3. സോ നമുക്ക് എന്ത് വരും? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 47.66 എന്ന് വരും. അപ്പോൾ ലാസ്റ്റ് 3 നമ്പേഴ്സിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ എക്സ് ആണ്, അടുത്ത നമ്പർ എക്സ് പ്ലസ് 10 ആണ്, അടുത്ത നമ്പർ എക്സ് മൈനസ് 5 ആണ്. ഓക്കെ, ഇവരുടെ 3 പേരുടെയും കൂടെ ആവറേജ് ആണ് 47.66 എന്ന് പറഞ്ഞേക്കുന്നത്. ഇവർ 3 പേരെയും കൂടെ ആവറേജ് എന്ന് പറയുമ്പോൾ ഇവരെ 3 പേരെയും കൂടെ കൂട്ടണം. 3 പേരെയും കൂടെ കൂട്ടുമ്പോൾ 3x + 5 കിട്ടും. എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 47.66 കിട്ടണം. സോ 3 വെച്ച് കട്ട് ചെയ്ത എക്സ് പ്ലസ് 5/3 ഇസ് ഈക്വൽ ടു 47.66 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 47.66 ഡിവൈഡഡ്. ഓക്കെ, 3 പേരുടെയും കൂടെ ആവറേജ് അല്ല ചോദിച്ചേക്കുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ്. ഇത് നമുക്ക് 47.66 മൈനസ് 1.66 വരും. ദാറ്റ് ഈസ് 46 വരും. സോ 3 പേരുടെയും കൂടെ ആവറേജ് 46 ആണ്. 3 പേരുടെയും കൂടെ ആവറേജ് 46 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് നമ്പർ 46, സെക്കൻഡ് നമ്പർ 56, ലാസ്റ്റ് നമ്പർ 41 എന്ന് വരും. അതിൽ ഇതിൻ്റെ ആവറേജ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആവറേജ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ, 48.5. സോ ഇങ്ങനെ 3 നമ്പേഴ്സിൻ്റെ കൂടെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ആ ആവറേജ് എന്നുള്ള എക്സ് കണ്ടുപിടിച്ചിട്ട് ആ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കും. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ നമ്മൾ നമ്പർ ബാലൻസിങ് മെത്തേഡിലാണ് ചെയ്തത്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നേരത്തെ ചെയ്തപ്പോൾ ഇതല്ലാണ്ട് ചെയ്തു. 47.66 പകരം നമ്മൾ എക്സ് കണ്ടുപിടിച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യാതെ ഇത് ഈസി ആവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. M and N walk along a circular track.
They start at 5 a.m. from same point in the opposite direction. M and N walk at a speed of 5 rounds per hour and 2 rounds per hour respectively. How many times they cross each other before 6:30 a.m. on the same day? Okay. ഒരു സർക്കുലർ ട്രാക്കിൻ്റെ ക്വസ്റ്റ്യൻ. സർക്കുലർ ട്രാക്കിനകത്തൂടെ എന്നും 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 5 AM സ്റ്റാർട്ട് ചെയ്തു. ഫ്രം ദ സെയിം പോയിന്റ്, ഒരു സെയിം പോയിന്റിൽ നിന്നാണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ടാണ് പോണേ. ഒരാൾ 5 റൗണ്ട്സ് പെർ അവർ ആണ്, മറ്റേ ആൾ 2 റൗണ്ട്സ് പെർ അവർ. ഇപ്പം ഞാൻ പറയാണ്, 1 കിലോമീറ്ററിൻ്റെ ട്രാക്കായിരുന്നു വെച്ചത്. 1 കിലോമീറ്ററിൻ്റെ ട്രാക്കാണെങ്കിൽ 5 റൗണ്ട് എന്ന് പറയുമ്പം ഇയാൾ 5 കിലോമീറ്റർ പെർ അവർ സഞ്ചരിക്കും അല്ലേ. ഇയാളാണെങ്കിലോ 2 റൗണ്ട് എന്ന് പറയുമ്പോൾ 2 കിലോമീറ്റർ പെർ അവർ. കാരണം ഞാൻ 1 കിലോമീറ്ററിൻ്റെ ട്രാക്കാണ് പറയുന്നത്. 1 കിലോമീറ്ററിൻ്റെ ട്രാക്കാണെങ്കിൽ 5 റൗണ്ട്സ് പെർ അവർ എന്ന് പറയുമ്പോൾ 1 റൗണ്ട് 1 കിലോമീറ്റർ, അങ്ങനെ 5 റൗണ്ട് ആകുമ്പോൾ 5 കിലോമീറ്റർ ആയി. അപ്പോൾ അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ പെർ അവറാണ്. രണ്ടാമത്തെ ആളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ പെർ അവറാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്താ? കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരാൾ 5 ഇങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ 2 ഇങ്ങോട്ട് പോകുന്നു എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ 5 + 2 7 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലേ. 7 കിലോമീറ്റർ പെർ അവർ ആണ്. 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ വെച്ചിട്ടാണ് രണ്ടുപേരും കൂടെ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. റിലേറ്റീവ് സ്പീഡ് വരെ ഓക്കെ ആണല്ലോ. 7 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ. 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ്, ഒരു റൗണ്ട്, 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് 60 മിനിറ്റ് ഉണ്ടല്ലേ. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ ആകുമ്പോൾ 60 മിനിറ്റിലാണ് 7 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്രയായിരിക്കും? 7/60. പക്ഷെ 1 മിനിറ്റ് ആണോ? 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 6:30 എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 90 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റിൽ 7/60 ആണെങ്കിൽ 90 മിനിറ്റ് ആകുമ്പോഴോ 0 കട്ട് ചെയ്തു, 3 വെച്ച് കട്ട് ചെയ്തു, 2 ഇവിടെ 3. സോ നമുക്ക് എത്ര പറ്റും? 21/2, ദാറ്റ് ഈസ് 10.5 കിട്ടും അല്ലേ. സോ 10.5 എന്ന് പറയുമ്പോഴത്തേക്കും 10 തവണ, 0.5 നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, 10 തവണ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ഈച്ച് അതർ ബിഫോർ 6:30 AM. 10 തവണ ക്രോസ് ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എത്ര തവണ മീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്ന സർക്കുലർ മോഷൻ പഠിച്ചവർക്ക് അറിയാം. എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് സ്പീഡ് ഇൻറ്റു ടൈമാണ് നമ്മൾ ചെയ്യേണ്ടത്. റിലേറ്റീവ് സ്പീഡ് ഇൻറ്റു ടൈമാണ്. ട്രാക്ക് ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ലെങ്ത് കൂടെ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത് ട്രാക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇങ്ങനെ ചെയ്യണം. അപ്പം ട്രാക്ക് ലെങ്ത് പ്രത്യേകിച്ച് തരാത്തത് കൊണ്ട് എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ 5ഉം 2ഉം ആയതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് 7 റൗണ്ട്സ് പെർ അവർ എന്ന് വേണമെങ്കിൽ എടുക്കാം. 7 റൗണ്ട്സ് പെർ അവർ ആണ് റിലേറ്റീവ് സ്പീഡ് വരുന്നത്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 മണിക്കൂറിൽ 7 റൗണ്ട്സ്, അങ്ങനെ 90 മിനിറ്റ്സിൽ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 90 മിനിറ്റ്സ്. അപ്പോൾ ഇതിനെയും കൂടെ മിനിറ്റ്സ് ആക്കാൻ എന്ത് ചെയ്തു? /60 ചെയ്തു. ഓക്കെ, സോ 7 × 90/60 ചെയ്താൽ മതി. 10 പോയിന്റ് സംതിങ് വരും. അതായത് 10 തവണ മീറ്റ് ചെയ്തു, ബാക്കി ഒരു കംപ്ലീഷൻ ആയിട്ടില്ല. സോ 10 ആൻസർ എഴുതിയാൽ മതി. ആൻസർ ഓപ്ഷൻ 1 10. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ടൈപ്പ് ഇങ്ങനെ തന്നെ ഇക്വേഷൻ ആക്കി പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ചെയ്യാം. കോൺസെപ്റ്റ് ബേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The measure of 3 angles of a triangle are in the ratio 17:13:15. Find the positive difference between the greatest and the smallest of these 3 angles. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെ റേഷ്യോ 17:13:15 ആണ്. 3 ആംഗിൾസിൻ്റെ റേഷ്യോ 17:13:15 ആണ്. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്ര വരും? ഒരു ആംഗിൾ 17, ഒരു ആംഗിൾ 13, ഒരു ആംഗിൾ 15 ആണെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്ര വരും? 30, 43, 40,
എത്ര വരും? 45 വരും അല്ലേ? 45 വരും. സോ 45ൻ്റെ വാല്യൂ ആണ് 180 വരുന്നത്. 45ൻ്റെ 4 ആണ് 180. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? എന്ത് കണ്ടുപിടിക്കാനാണ്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഓഫ് ദീസ് ആംഗിൾ. ഇതിൽ ഗ്രേറ്റസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 17 ആണ്, സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 13 ആണ്. ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. സോ 4ൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഇൻറ്റു 4 ചെയ്താൽ മതി. ആൻസർ 16 ഡിഗ്രി. അപ്പോൾ ചെയിൻ റൂൾ അറിയണം. ഈ മെത്തേഡ്സ് ഒക്കെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ത്രൂ ഔട്ട് ഈ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസിക് ക്ലാസ്സുകൾ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ഈസി ആവും. ഓക്കെ, തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടേതായ കോൺസെപ്റ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടൈം കൺസ്യൂമിംഗ് ആണെന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ മെത്തേഡിലോട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A certain sum of money becomes 7 times of itself when invested at certain rate of simple interest. അപ്പോൾ സം ഓഫ് മണി 7 times ആവുന്നതും ടോയ്സ് ആവുന്നതും ത്രൈസ് ആവുന്നതും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 7 times ആവാൻ 14 വർഷം എടുത്തു. അങ്ങനെയാണെങ്കിൽ 18 times ആവാൻ 18 times ആവാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന അറിയാലോ. 7 times എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ 6 എടുക്കണം. 6 ആവാനാണ് 14 എടുക്കുന്നത്. അങ്ങനെയാണ് 18 times എന്ന് കണ്ട ഉടനെ 17 എടുക്കണം. 17 ആവാൻ എത്ര സമയം? സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 17 × 14 ഡിവൈഡഡ് ബൈ 6. 2 വെച്ച് കട്ട് ചെയ്ത് 3 7. 17 × 77 119 വരും. 119/3 39.67. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് അല്ലെങ്കിൽ 100 ഇട്ടൊക്കെ നമ്മൾ വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ടി വരും. അതായത് ഒരു സാധനം, ഒരു 100 രൂപ ഞാൻ ബാങ്കിൽ ഇട്ടാൽ അത് 700 ആകണമെങ്കിൽ ഒരു 600 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതിൽ നിന്നാണ് ഞാൻ 6 times ആവാൻ 100 ഇൻട്രസ്റ്റ് എത്രയാണ് വന്നേക്കുന്നത്? 6 times അല്ലേ? 600 രൂപ പലിശ കിട്ടാനാണ് എത്ര വർഷം എടുത്തത്? അതായത് 6 മടങ്ങാവാനാണ് 14 വർഷം എടുത്തത്. അതുപോലെ 18 മടങ്ങാവണമെങ്കിൽ 100 രൂപ ഞാൻ ഇട്ടതിന് എത്ര വരണം? 1700 രൂപ കിട്ടണം. എന്നാലേ 18 മടങ്ങാവുള്ളൂ. അതായത് 17 times ആയി. ഇത് 17 × 100 ആണ്. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. 6 രൂപ കിട്ടാൻ 14 വർഷമാണെങ്കിൽ 17 രൂപ കിട്ടാൻ എത്ര വർഷം എടുക്കുന്നു? ആ ഒരു ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് കിട്ടും? 17 × 14/6 എന്ന് വരും. കട്ട് ചെയ്യുമ്പോൾ 3 7 119/3 39.67 വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. 39.67 വർഷങ്ങൾക്ക് ശേഷമാണ് അതൊരു 18 times ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഞാൻ 1-2 DI ക്വസ്റ്റ്യൻസ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ 1-2 സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും DI ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് CGLന് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്തേ. The classification of 100 students based on the mark obtained by them in English and mathematics in an examination is given in the table below. Study the table and answer the question that follows. Marks out of 50 തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് ഇംഗ്ലീഷിന് 40 and above മാർക്കുള്ള 10 കുട്ടികൾ, 30 and above മാർക്കുള്ള 31 കുട്ടികൾ. അപ്പോൾ ഡേറ്റാസ് വായിച്ച് നോക്കുന്നതിന് മുമ്പ് ഈ നമ്മുടെ DIക്കകത്ത് നേരെ നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങ് വായിക്കുന്നതായിരിക്കുന്നതല്ല. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? If at least 40% marks in mathematics are required for pursuing higher studies in mathematics. നമുക്ക് മാത്തമാറ്റിക്സിൽ ഹയർ സ്റ്റഡീസ് ചെയ്യണമെങ്കിൽ 40% മാർക്ക് വാങ്ങണം. 40% മാർക്ക് എന്ന് പറഞ്ഞാൽ 100-ന് 40 മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിയവർക്ക് മാത്രമേ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻസിന് മാത്സിന് ഹയർ സ്റ്റഡീസ് ചെയ്യാനായിട്ട് പറ്റും? 55 ആണോ, 65 ആണോ, 70 ആണോ, 50 ആണോ? 40% 100-ന് 40, 50-ൽ എത്ര മതി? 20 മതി. 40% മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% മാർക്ക് എന്ന് പറഞ്ഞാൽ 100-ന് 40 മാർക്ക് വാങ്ങണം. അതായത് 50-ന് 20 മാർക്ക്. അപ്പോൾ 50-ന് 20 മാർക്കോ, കാരണം ഇവിടെ മാർക്സ് ഔട്ട് ഓഫ് 50 ആണ് കൊടുത്തേക്കുന്നത്.
പെർസെൻറ്റേജ് അല്ല. അതായത് ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ 7 അങ്ങനെയൊന്നും ആൻസർ എഴുതി വെക്കരുത്, അല്ലെങ്കിൽ 3 എന്നൊന്നും ആൻസർ എഴുതി വെക്കല്. അപ്പോൾ 20 മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിയ എത്ര പേരുണ്ട്, 20 മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിയ എത്ര പേരുണ്ട്, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. സോ എത്ര പേരുണ്ട്? 65 പേരുണ്ട് അല്ലേ. 20 ആൻഡ് എബോവ് മാത്സിന് വാങ്ങിയ 65 പേരുണ്ട്. സോ ആൻസർ ഈ 65. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉടനെ എഴുതാം 6 തീറ്റ പ്ലസ് ടാൻ തീറ്റ. കാരണം ഇത് ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് PYQസിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കുറേ PYQസിനകത്ത് ഇത് കണ്ടിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻ. അപ്പം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ചെയ്ത ഒരാൾക്ക് അറിയാം 1 പ്ലസ് സൈൻ തീറ്റ ഇവിടെ എടുക്കും, 1 പ്ലസ് സൈൻ തീറ്റ ഇവിടെ എടുക്കും. ഇവിടെ എടുക്കുമ്പോൾ 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ വരും. 1 പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ വരും. ഇവിടെ 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റയാണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. സോ 1 പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി ഇതിൻ്റെ എല്ലാം റൂട്ട് എടുക്കണമല്ലോ. ഇതിൻ്റെ എല്ലാം റൂട്ട് എടുക്കുമ്പം സ്ക്വയറും ക്യാൻസലായിട്ട് 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് 1 ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. 1 ബൈ കോസ് തീറ്റ എന്താ? സീക്ക് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ? ടാൻ തീറ്റ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പ്രോബ്ലം കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ. ഇതേ ക്വസ്റ്റ്യൻ 1 പ്ലസ് കോസ് തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ എന്നായിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? കോസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് വന്നേനെ. അപ്പോൾ അതും കണ്ട ഉടനെ എഴുതാവുന്ന ഒരു ആൻസർ ആയിരിക്കും പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രിഗ്നോമെട്രി എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഓപ്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഞാൻ ഓപ്ഷനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിവാക്കിയത്. അതായത് ഈ ക്വസ്റ്റിനകത്ത് എന്തോ ഒരു സാധനം മൈനസ് സീക്ക് സ്ക്വയർ തീറ്റയെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ടാൻ സ്ക്വയറും സീക്ക് സ്ക്വയറും ആയിട്ടുള്ള റിലേഷൻ എന്താ? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. സോ ഓപ്ഷൻ ഈ 0 ഉണ്ട്, 1 ഉണ്ട്, -1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യും? സീക്ക് സ്ക്വയർ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നത് 1 ആയിരുന്നേനെ. സോ ഇതെന്തായാലും അത് തിരിച്ചുള്ളതാണ്. അപ്പോൾ -1 ആവാനാണ് പോസിബിലിറ്റി കൂടുതൽ. എന്തായാലും ഞാനത് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ നമുക്കത് -1 ആണെന്നും മനസ്സിലാവും കേട്ടോ. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? -1 ആണെന്ന് കിട്ടും. ഇനി ഇതിലോട്ട് നോക്കാം. ഈ പോർഷൻ മാത്രം എടുത്ത് ചെയ്യാം. സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 2 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 ബൈ ടാൻ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ. നേരത്തെ പറഞ്ഞ പോലെ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ വരാനൊരു ചാൻസ് ഉണ്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നത് നല്ലതാണ്. സോ ഞാൻ എന്തായാലും ഈ ഒരു പോർഷൻ മാത്രമായിട്ടൊന്ന് ചെയ്യാം. ഈ ഒരു പോർഷൻ, ആ ഒരു ക്യൂബൊക്കെ വരുന്ന ആ ഒരു പോർഷൻ മാത്രമായിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എന്നിട്ട് സൈൻ തീറ്റ പുറത്തെടുക്കുക. സൈൻ തീറ്റ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. അതുപോലെ സെക്കൻഡ് ടേമിൽ നിന്ന് കോസ് തീറ്റ പുറത്തെടുക്കുക. അപ്പോൾ അവിടെ വരുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ -1. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാലും 2 കോസ് സ്ക്വയർ തീറ്റ -1 എന്ന് പറഞ്ഞാലും കോസ് 2 തീറ്റ. ഇക്വേഷൻസ് അറിയാവുന്നവർക്ക് ഇവിടെ വെച്ച് പ്രോബ്ലം കഴിഞ്ഞു. എന്ത് വരും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ദാറ്റ് ഈസ് ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് എന്ത് കിട്ടി? ടാൻ തീറ്റ എന്ന് കിട്ടി അല്ലേ. ഇനി അതിൻ്റെ ക്യൂബ് ചെയ്യണ്ടേ? കാരണം ഇവിടെ ഒരു ക്യൂബ് ഉണ്ടല്ലോ. സോ ഇവിടെ ഒരു ക്യൂബ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ക്യൂബ് ഉണ്ടല്ലോ. സോ നമുക്ക് ഫൈനലി ടാൻ ക്യൂബ് തീറ്റ ഇൻറ്റു 1 ബൈ ടാൻ തീറ്റ എന്ന് വരും. ടാൻ തീറ്റയും ഒരു ക്യൂബ് മാറ്റി സ്ക്വയർ ആവും. സോ നമുക്ക് ഫൈനലി എന്ത് വന്ന്? ടാൻ സ്ക്വയർ തീറ്റ എന്ന് വന്ന്. ഇനി ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ ആണ്. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് -1 എന്ന് കിട്ടും. സോ ആൻസർ എന്താണ്? -1 ആണ്. ഓക്കെ അല്ലേ? അപ്പം ട്രിഗ്നോമെട്രിയുടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റേഷ്യോയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 28.9 is to x
proportional to x is to 36.1 and x greater than 0, then find the value of x എന്നാണ്. ഈ റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീൻ സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കും. റൂട്ട് ഓഫ് എ ഇൻറ്റു ബി, റൂട്ട് എ ബി, അത് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി അല്ലേ. മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലെ മീൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഫോർത്ത് പ്രപ്പോർഷൻ മീൻ പ്രപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 28.9 ഇൻറ്റു 36.1 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 28.9ൻ്റെ സ്ക്വയർ റൂട്ട് 1.7 എന്ന് പറയാം. അതുപോലെ തന്നെ 361ൻ്റെ സ്ക്വയർ റൂട്ട് 1.9 വരും അല്ലേ. സോ 19 ഇൻറ്റു 17 ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡെസിമൽസ് നമുക്ക് പിന്നെ കൊടുക്കാവേ. 19 ഇൻറ്റു 17 എന്നുള്ള ഒരു രീതിയിൽ ചെയ്യാം. സോ ഡെസിമൽസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇത് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനായിട്ട് ഡെസിമൽസ് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതായത് 20 ഒന്നുകൂടെ എഴുതാവേ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 28.9 ഇൻറ്റു 36.1 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 289 361 എന്ന് എഴുതുക. പകരം ഡിവൈഡഡ് ബൈ 100 കൊടുത്താൽ മതിയല്ലോ. അതായത് ഒരു ഡെസിമൽ ഇവിടെയും ഒരു ഡെസിമൽ ഇവിടെയും, രണ്ട് ഡെസിമൽ പ്ലേസ് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ആ രണ്ട് ഡെസിമൽ പ്ലേസ് മാറി കിട്ടും. സോ ഡിനോമിനേറ്ററിൽ ഒരു 100 കൊണ്ട് ഡിവൈഡും ചെയ്തു. ഇനി നമുക്ക് എഴുതാൻ പറ്റും 289 എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതാൻ പറ്റും. അതുപോലെ 100ൻ്റെ സ്ക്വയർ റൂട്ടും എഴുതാൻ പറ്റും. 289ൻ്റെ സ്ക്വയർ റൂട്ട് എന്ത് വരും? 289ൻ്റെ സ്ക്വയർ റൂട്ട് 19 ആണ്. 361ൻ്റെ സ്ക്വയർ റൂട്ട് 17 ആണ്. 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. 19 ഇൻറ്റു 17 നമുക്ക് എന്ത് വരും? 323 വരും ഡിവൈഡഡ് ബൈ 10. സോ ആൻസർ 32.3. സോ ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ 19 ഇൻറ്റു 17 മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൊരു ട്രിക്ക് പറയാം. ഇത് 18 പ്ലസ് 1 ആണ്, ഇത് 18 മൈനസ് 1 ആണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 18ൻ്റെ സ്ക്വയർ 324 മൈനസ് 1ൻ്റെ സ്ക്വയർ. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഈ 323 ഈസി ആയിട്ട് ടൈം കൺസ്യൂമിങ് അല്ലാണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. രാജ് ഡിവൈഡ്സ് 1200 in the ratio 2:1:3 among 3 of his friends. The amount equal to the sum of 3 times the larger share and 2 times the smaller share is. അപ്പം രാജ് 1200നെ 2:1:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ടോട്ടൽ അപ്പോൾ 6 ഉണ്ട്. 6 ആണ് 1200 എന്ന് പറയുന്നത്. 6ൻ്റെ വാല്യൂ ആണ് 1200. ദാറ്റ് ഈസ് ഇൻറ്റു 200 ആണ്. സോ ഇതിൻ്റെ ഈക്വൽ ടു ദ സം ഓഫ് ദ 3 ടൈംസ് ലാർജസ്റ്റ് ഷെയറും സ്മോളസ്റ്റ് ഷെയറും മതി. ലാർജസ്റ്റ് ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും 3യുടെ ഇക്വലൻ്റ് ആണ് 600 വരും. സ്മോളസ്റ്റ് ഷെയർ എന്ന് പറയുമ്പോൾ 1ൻ്റെ ഇക്വലൻ്റ് ആണ് 200 വരും. ഓക്കെ അല്ലേ? സോ 600ഉം 200. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3 ടൈംസ് ദ ലാർജസ്റ്റ്, ലാർജസ്റ്റിൻ്റെ 3 ടൈംസും 2 ടൈംസ് ദ സ്മോളസ്റ്റിൻ്റെയും സമ്മാണ്. 2 ടൈംസ് ദ സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ 400 ആണ്. 3 ടൈംസ് ദ ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ 1800 ആണ്. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 2200 ആണ്. അപ്പോൾ ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റീവ് അല്ലാണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്ത് പോയാൽ മതി. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമുക്ക് സർക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സർക്കിൾസ് C1 ആൻഡ് C2 ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി. 2 സർക്കിള് ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി എന്ന് പറയുമ്പോൾ ഫിഗർ ഇങ്ങനെ വരും അല്ലേ. 2 സർക്കിൾ ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി. ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് സർക്കിൾ, ഒരു സർക്കിളിൻ്റെ റേഡിയസ് 16ഉം അടുത്ത സർക്കിളിൻ്റെ റേഡിയസ് 8 ആണെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദെയർ കോമൺ ടാൻജൻറ്റ്. ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ √d² മൈനസ് എന്താ വരുന്നത്? r1 മൈനസ് r2 ദ ഹോൾ സ്ക്വയർ. √d² മൈനസ് r1 മൈനസ് r2 ദ ഹോൾ സ്ക്വയർ. എന്താ d എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് റേഡിയസ് 16ഉം ഈ റേഡിയസ് 8 ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് 24 ആണ്. മൈനസ് റേഡിയസിൻ്റെ ഡിഫറൻസ് 16ൻ്റെയും 8ൻ്റെയും ഡിഫറൻസ് 8ൻ്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ 24 സ്ക്വയർ മൈനസ് 8ൻ്റെ സ്ക്വയർ. അപ്പോൾ a² മൈനസ് b² ചെയ്യാനുള്ള വഴി എന്താ?
എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അങ്ങ് ചെയ്താൽ മതി കേട്ടോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താൽ മതി. 24 + 8 32. 24 - 8 16. സോ റൂട്ട് ഓഫ് 32 ഇൻറ്റു 16 ദാറ്റ് ഈസ് ഇത് 16 ഇൻറ്റു 2 അല്ലേ. 2 16 ഉണ്ടെങ്കിൽ ഒരു 16 പുറത്തെടുക്കാം. സോ എന്ത് വരും? 16 √ 2. സോ ആൻസർ ഓപ്ഷൻ ഡി 16 √ 2 എന്ന് വരും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ 1 hour ആവാൻ പോകുന്നു. നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാം. x + 1/x = 15. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 7x² - 9x + 7. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയായിരിക്കും. 7x² + 7 ആദ്യം എഴുതുക, -9x / x² + 1 എഴുതുക, -x. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് 7x എന്ന് കോമൺ എടുത്തേ, എന്ത് വരും? x + 1/x എന്ന് വരും. ഇതിൽ നിന്ന് 7x കോമൺ എടുക്കുമ്പോൾ x വരും. ഇതിൽ നിന്ന് 7x കോമൺ എടുക്കുമ്പോൾ 1/x വരും. -9x / ഇതിൽ നിന്ന് x കോമൺ എടുത്താൽ x + 1/x എന്ന് വരും, -x. ഇനി x + 1/xന് 15 കൊടുക്കാം. x + 1/xന് 15 കൊടുക്കുമ്പോൾ 7x × 15 - 9x / 15x - x എന്ന് വരും. എല്ലായിടും x ഉണ്ടെങ്കിൽ ന്യൂമറേറ്ററിലെ 2 ടേമിലും ഉണ്ട്, ഡിനോമിനേറ്ററിൻ്റെ 2 ടേമിലും ഉണ്ട്. കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് എത്ര വരും? 7 × 15 - 9/15 - 1. സോ നമുക്ക് എന്ത് വരും? 15 × 7 105 - 9/15 - 1 40. സോ ആൻസർ ഈസ് 96/14, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ 48/7 അല്ലേ. സോ ആൻസർ ഓപ്ഷൻ സി 48/7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമുക്ക് ട്രിഗ്നോമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 sec² θ + 3 cot² θ = 70. ദെൻ ദ വാല്യൂ ഓഫ് തീറ്റ = ഇതും സ്ഥിരം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. കൊസീക്കും കോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. cosec² θ - cot² θ = 1. ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. കൊസിക്കും കോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. cosec² θ - cot² θ = 1. സോ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് 2 cosec² θ + 3 cot² θ = 17 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 2 cosec² θ + 3 cot² θ = 17 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ഡബിൾ ചെയ്യാവേ. ഈ ഇക്വേഷൻ ഒന്ന് ഡബിൾ ചെയ്യുമ്പോൾ 2 cosec² θ - 2 cot² θ = 2 എന്ന് വരും. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 cot² θ = 17 എന്ന് 2 പോയാൽ 15. സോ cot² θ = 15/5 ദാറ്റ് ഈസ് 3 എന്ന് വരും. അപ്പോൾ cot θ എന്ത് വരും? √3. തീറ്റയുടെ ഏത് വാല്യൂനാ √3 വരുന്നത്? cot θ √3 എന്ന് പറഞ്ഞെങ്കിൽ θ = 30 ഡിഗ്രി. സോ ആൻസർ ഈസ് 30 ഡിഗ്രി. അപ്പോൾ ഇതൊക്കെ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ SSC CGL-നകത്ത് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ പ്രാക്ടീസ് ചെയ്യുക. ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, കുറച്ച് നല്ല ലെവലുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം വെരി ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. PYQ സെക്ഷൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മിക്സഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. മിക്സഡ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ PYQs പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.